ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. എയ്സാപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പോർച്ചുഗീസുകാരുടെ ആഗമനത്തെക്കുറിച്ചായിരുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് പോർച്ചുഗീസുകാർക്ക് ശേഷം വന്ന ഡച്ചുകാരെ കുറിച്ചാണ്. സ്ക്രീനിൽ കാണുന്നത് നമ്മൾ പുതിയ SCERT ടെക്സ്റ്റ് ബുക്കിലെ 8ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററിലെ ആ പാഠഭാഗങ്ങളിലെ പേജുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഇതായിരിക്കും ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ഡച്ചുകാരെ കുറിച്ചാണ്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു. അവരുടെ മറ്റൊരു പേരാണ് എന്ന് പറയുന്നത് നെതർലാൻഡ്സ്. ഓക്കെ, ഹോളണ്ടിനെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരാണ് നെതർലാൻഡ്സ് എന്നുള്ളവർ. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിൽ എത്തിച്ചേർന്ന യൂറോപ്യർ എന്നറിയപ്പെടുന്നത് നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു. ഓരോ പേരിൽ ഓരോ രാജ്യങ്ങളും അറിയപ്പെടുന്നുണ്ട്. അതിൽ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഹോളണ്ടുകാർ അറിയപ്പെടുന്നത് ഡച്ചുകാർ എന്ന പേരിലാണ്. എവിടെയൊക്കെ ആയിരുന്നു ഇവർക്ക് പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ഒന്ന് നാഗപട്ടണമാണ്, മറ്റൊന്ന് ബറോച്ചാണ്, മറ്റൊന്ന് അഹമ്മദാബാദ്. അതുപോലെ തന്നെ മറ്റൊരു കേന്ദ്രമായിരുന്നു ചിൻസുര. ഇത്രയും നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. SCERTയിലെ സെൻറ്റൻസിലെ അതേ സെൻറ്റൻസ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ എന്ന് ചോദിച്ചാൽ ഒന്ന് നാഗപട്ടണം, രണ്ടാമത്തത് ബറോച്ച്, അതുപോലെ തന്നെ മൂന്നാമത്തത് അഹമ്മദാബാദ്, നാലാമത്തത് ചിൻസുര എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങൾ എന്നറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒന്നും കൂടി നമുക്ക് നോക്കാം. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ എന്നറിയപ്പെടുന്നത് നെതർലാൻഡ്സുകാരായിരുന്നു അല്ലെങ്കിൽ ഡച്ചുകാരായിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഒന്ന് നാഗപട്ടണം, അതുപോലെ തന്നെ ബറോച്ച്, അതുപോലെ തന്നെ അഹമ്മദാബാദ്, അതുപോലെ തന്നെ ചിൻസുര. ഇനി അടുത്തത് നമുക്ക് ഈ SCERT ഭാഗങ്ങളിൽ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഏതെന്ന് ചോദിച്ചാൽ കുളച്ചിൽ യുദ്ധത്തെക്കുറിച്ചാണ്. ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു കുളച്ചിൽ യുദ്ധം. ഏത് വർഷമാണ് കുളച്ചിൽ യുദ്ധം നടന്നത്? 1741 കുളച്ചിൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. എവിടെയാണ് ഈ കുളച്ചിൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്? കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കുളച്ചിൽ യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ആരൊക്കെ തമ്മിലായിരുന്നു? തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ള ഒരു യുദ്ധമായിരുന്നു ഏതെന്ന് വെച്ചാൽ കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ കുളച്ചിൽ യുദ്ധം നടന്ന വർഷം 1741. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും അതുപോലെ തന്നെ ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടിയ യുദ്ധമായിരുന്നു ഏത്? കുളച്ചിൽ യുദ്ധം എന്നറിയപ്പെടുന്നത്. ഇനി ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള യുദ്ധമായിരുന്നു ഏതെന്ന് അറിയപ്പെടുന്നത്? കുളച്ചൽ യുദ്ധം എന്നറിയപ്പെടുന്നത്. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത് എന്നറിയപ്പെടുന്നത്. അപ്പോൾ കുളച്ചിൽ യുദ്ധത്തിന് മറ്റൊരു സവിശേഷതയുണ്ട്. എന്താണ്? ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധം എന്നറിയപ്പെടുന്നത് ഏതാണ്? കുളച്ചിൽ യുദ്ധമാണ്. നോക്കൂ, ഈ ചിത്രത്തിൽ കാണുന്നതാണ് മാർത്താണ്ഡവർമ്മ. ഈ ചിത്രത്തിൽ കാണുന്നതാണ് ഡിലനോയ് എന്നറിയപ്പെടുന്നത്. ഡിലനോയ്. ഓക്കെ അല്ലേ? ഡിലനോയ് എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ഇത്. ഇദ്ദേഹമായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഡച്ച് സൈന്യത്തെ നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഡിലനോയ്. അവസാനം ഈ ഡിലനോയ് എന്ത് ചെയ്യാണ്? മാർത്താണ്ഡവർമ്മക്ക് കീഴടങ്ങുന്ന ഒരു ചിത്രമാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്? നമ്മുടെ കുളച്ചിൽ യുദ്ധം എന്നറിയപ്പെടുന്നത്. അപ്പോൾ കുളച്ചിൽ യുദ്ധം നടന്നത് ഏത് വർഷമാണ്? 1741. എന്താണ്? ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യ യുദ്ധമായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്? നമ്മുടെ കുളച്ചിൽ യുദ്ധം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഹോർത്തൂസ് മലബാറിക്കൂസിനെ കുറിച്ചാണ്. അതായത് ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ
ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതി. ഓക്കെ അല്ലേ? അപ്പോ ഹോർത്തൂസ് മലബാറിക്കൂസ് ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഏതെന്നറിയപ്പെടുന്നത്? ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയപ്പെടുന്ന കൃതി എന്നറിയപ്പെടുന്നത്. എന്താണ് ഇതിൽ വിവരിച്ചിട്ടുള്ളത്? കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച് വിവരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സംഖ്യ വളരെ ഇമ്പോർട്ടന്റ് ആണ്. SCRTയിൽ അതുപോലെ ചോദിച്ച ഒരു സംഖ്യയാണ്. 742 ഔഷധ സസ്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ചാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുള്ളത്? വിവരിച്ചിട്ടുള്ളത്. നോക്കൂ, ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻ റീഡ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ കൃതിയുടെ രചനക്ക് നേതൃത്വം നൽകിയത്. അപ്പോ ആരായിരുന്നു ഹോർത്തൂസ് മലബാറിക്കൂസ് എഴുതി തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ ആരായിരുന്നു? ഹെൻറിക് വാൻ റീഡ് എന്നറിയപ്പെടുന്ന ഡച്ച് ഗവർണർ ആയിരുന്നു ഇതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേറെ വലിയ ഇമ്പോർട്ടന്റ് ആയ അടുത്ത ഒരു കാര്യമാണ് അടുത്ത സെന്റൻസിൽ കൊടുത്തിട്ടുള്ളത്. ഈ രചനക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ആരായിരുന്നു? ഇട്ടി അച്യുതൻ എന്നറിയപ്പെടുന്ന മലയാളി വൈദ്യനായിരുന്നു. ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചതാണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെയും ഒക്കെ ചോദിച്ചതാണ്. ഈ നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കൂസ് എഴുതുവാൻ വേണ്ടി ഹെൻറിക് വാൻ റീഡിനെ സഹായിച്ച മലയാളി വൈദ്യനായിരുന്നു ആര് എന്നറിയപ്പെടുന്നത്? ഇട്ടി അച്യുതൻ എന്ന് പറയുന്നത്. ഇദ്ദേഹം മാത്രമായിരുന്നില്ല, ആരൊക്കെ ഉണ്ടായിരുന്നു? അപ്പുഭട്ട്, അതുപോലെ തന്നെ രംഗഭട്ട്, അതുപോലെ തന്നെ വിനായക ഭട്ട് എന്ന് പറയുന്ന ആ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ രചനയിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലേ? ആരൊക്കെയായിരുന്നു? ഒന്ന് അപ്പുഭട്ട്, അതുപോലെ തന്നെ രംഗഭട്ട്, അതുപോലെ തന്നെ വിനായക ഭട്ട് എന്നിവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ രചനയിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. അടുത്ത് നോക്കൂ നിങ്ങൾ, മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകമാണ് ഏതെന്നറിയപ്പെടുന്നത്? ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? അതായത് മലയാള അക്ഷരങ്ങൾ പതിഞ്ഞിട്ടുള്ള ആദ്യത്തെ പുസ്തകം കൂടിയാണ് ഏതെന്നറിയപ്പെടുന്നത്? ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? 2-3 ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയി പ്രതീക്ഷിക്കാം. ഒന്ന്, ആരാണ് ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നറിയപ്പെടുന്ന ഗ്രന്ഥം രചിച്ചിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം, ഹെൻറിക് വാൻ റീഡ് ആണ്. ആരാണ് അദ്ദേഹത്തെ സഹായിച്ചത്? ഇട്ടി അച്യുതനാണ്. അത് മാത്രമാണ്, അവർ മാത്രമാണോ? അല്ല, അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ രചനയിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. അടുത്ത് നോക്കൂ നിങ്ങൾ, മലയാള അക്ഷരങ്ങൾ ആദ്യമായി പതിഞ്ഞ പുസ്തകം കൂടിയാണ് ഏതെന്നറിയപ്പെടുന്നത്? ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നോക്കൂ, മലയാളം അതുപോലെ തന്നെ ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ എസ് മണിലാലാണ്. ഓക്കെ അല്ലേ? ഇതും എക്സാമിന് ചോദിച്ചതാണ്. ഓക്കെ ആണോ? അപ്പോ മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന കൃതി വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ KS മണിലാൽ എന്നറിയപ്പെടുന്നത്. നോക്കൂ, ഇതാണ് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നറിയപ്പെടുന്നത്. നോക്കൂ, ഇവിടെ ഉണ്ട് നമുക്ക് ഹെൻറിക് വാൻ റീഡ് എന്നറിയപ്പെടുന്നത്. ഇതിന്റെ രചന, ഇതിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേര് അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ഇതായിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പൊ ഇതാണ് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ഗ്രന്ഥം. ഇനി നോക്കൂ നിങ്ങൾ, ഇതാണ് നമ്മുടെ ഇത് വിവർത്തനം ചെയ്തത്, മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും വിവർത്തനം ചെയ്തത് ആരാണ്? ഇത് അവിടെ ഉണ്ട്, KS മണിലാൽ. ഓക്കെ അല്ലേ? അപ്പോ ഹോർത്തൂസ് മലബാറിക്കൂസിന്റെ മലയാളം പതിപ്പ് ഇതാക്കണം. ഇതിവിടെ ഇംഗ്ലീഷ് എഡിഷൻ, ഇംഗ്ലീഷ് പതിപ്പുമാണ്. ഈ രണ്ട് പുസ്തകത്തിന്റെ, ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും പുറംചട്ടകളാണ് ഇവിടെ കാണുന്നത്. അപ്പോ ആരാണ് ഇത് രചിച്ചിട്ടുണ്ടായിരുന്നത്? ഹോർത്തൂസ് മലബാറിക്കൂസ് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും വിവർത്തനം ചെയ്ത വ്യക്തിയാണ് ആര്? ഡോക്ടർ KS മണിലാൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്? ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നറിയപ്പെടുന്നത്. ഏകദേശം എത്ര സസ്യങ്ങളെ കുറിച്ചാണ്? 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ പഠിച്ചത് ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ഹെൻറിക് വാൻ റീഡ് ആണ്. ആരാണ് അദ്ദേഹത്തെ സഹായിച്ചത്? ഇട്ടി അച്യുതനാണ്. മലയാളി വൈദ്യനായിരുന്ന ഇട്ടി അച്യുതനാണ്. അതുമാത്രമാണോ? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക ഭട്ട് എന്നിവരും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ രചനയിൽ പങ്കാളികളായിട്ടുണ്ട്. പിന്നീട് എന്താണ് അടുത്ത പോയിന്റ്? മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം കൂടിയാണ് ഇത് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ആരാണ് ഇത് വിവർത്തനം ചെയ്തത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും? ഡോക്ടർ KS മണിലാലാണ്. ഓക്കെ അല്ലേ? ഇനി നോക്കൂ നിങ്ങൾ, ഇട്ടി അച്യുതൻ SCRT ടെസ്റ്റിൽ ഒരു ചെറിയ കോളത്തിൽ കൊടുത്തിട്ടുള്ള ഒരു സംഗതിയാണ്, ചെറിയൊരു ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് വൈസിലൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. എവിടെയാണ് അദ്ദേഹം ഇതാക്കുന്നത്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടകരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ആര്? ഇട്ടി അച്യുതൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി
ഗ്രാമത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഒരു പാരമ്പര്യ വൈദ്യനായിരുന്നു ആരെന്നറിയപ്പെടുന്നത് ഇട്ടി അച്യുതൻ. ഓക്കെ അല്ലേ? അപ്പൊ SCRT കൊടുത്ത പ്രകാരം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, വായിച്ചു പഠിക്കുക. ചിലപ്പോൾ ഇത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതും. ഓരോ മൈന്യൂട്ട് പോയിന്റ് നമ്മൾ പഠിക്കണം. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിലാണ് ആര് ജനിക്കുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുവൈദ്യനായിരുന്നു ആര്, നമ്മുടെ ഇട്ടി അച്യുതൻ എന്ന് അറിയപ്പെടുന്നുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഇട്ടി അച്യുതൻ എന്നറിയപ്പെടുന്നത്. ഹോർത്തൂസ് മലബാറിക്കൂസ് എഴുതുവാൻ വേണ്ടി ഡച്ച് ഗവർണറായിട്ടുള്ള ഹെൻറിക് വാൻ റീഡിനെ സഹായിച്ച നാട്ടുവൈദ്യൻ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഈ ഇട്ടി അച്യുതനാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. നോക്കൂ, ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ ആദ്യ പാർട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്, പോർച്ചുഗീസുകാർ വന്നു. പിന്നെ നമ്മൾ പഠിച്ചു ഡച്ചുകാർക്ക് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രിട്ടീഷുകാരും പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫ്രഞ്ചുകാരും എന്ത് ചെയ്തു, കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി നോക്കൂ, ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു ഏതെന്നറിയപ്പെടുന്നത്, നമ്മുടെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധങ്ങളെയായിരുന്നു എന്തെന്നറിയപ്പെടുന്നത്, നമ്മുടെ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. പ്രത്യേകിച്ച് എന്തിനായിരുന്നു? ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു ഏത്, ഈ കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ഈ യുദ്ധത്തിൽ ആർക്കായിരുന്നു? ബ്രിട്ടീഷുകാർക്കായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, അന്തിമ വിജയമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെ തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് മാത്രമായി ചുരുങ്ങി? ഒന്ന് പോണ്ടിച്ചേരി. ഓക്കെ അല്ലേ? എവിടെയാണ്? ഒന്ന് പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളിലേക്ക് മാത്രമായി എന്ത് ചെയ്യാണ്, നമ്മുടെ പിന്നെ ദക്ഷിണേന്ത്യയിലെ സ്ഥലങ്ങളിൽ മാത്രമായി എന്ത് ചെയ്യാണ്, അവരുടെ പ്രവർത്തന മേഖലകൾ ചുരുങ്ങുകയാണ്. മനസ്സിലാകുന്നുണ്ടല്ലോ? അപ്പോൾ ഫ്രാൻസുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഏത്? ഒന്ന് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങൾ. ഓക്കെ അല്ലേ? ഫ്രാൻസിന്റെ അധീനതയിലായിരുന്നു. ഇതുപോലെ തന്നെ ക്വസ്റ്റ്യൻ PSCക്ക് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഏതൊക്കെയായിരുന്നു? 4 സ്ഥലങ്ങളാണ്. ഒന്ന് പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്നീ പ്രദേശങ്ങളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ ഫ്രാൻസുകാരുടെ അധീനതയിലായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ? ഇനി നോക്കൂ, എന്താണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നു. നമ്മൾ പഠിച്ചതാണ്. എവിടെയാണിത്? തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും അടങ്ങിയതാണ്, ഉൾപ്പെടുന്ന മേഖലയാണ് ഇത് കർണാട്ടിക് എന്നറിയപ്പെടുന്നത്. സ്റ്റേറ്റ്മെന്റ് വൈസിൽ നമ്മൾ ചോദിക്കുമ്പോൾ പരീക്ഷകൾ മുഴുവനും സ്റ്റേറ്റ്മെന്റ് വൈസിലാണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് വൈസിൽ നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. ഈ ആന്ധ്രാപ്രദേശത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളിലാണ്, അത് ഇനി നേരെ എന്ത് ചെയ്യാം, വടക്കൻ തീരപ്രദേശങ്ങളിലാണെന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ശരിയല്ല. അപ്പൊ എന്താണ്, തെക്ക് എന്നുള്ളത് വടക്കാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും, പിന്നെ തെറ്റായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശത്തിന്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് ഏതെന്നറിയപ്പെടുന്നത്, കർണാട്ടിക് എന്ന് പറയുന്ന പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്. SCRTയിലെ പോയിന്റ്സുകളാണ്, നല്ല സൂക്ഷ്മതയോടുകൂടി തന്നെ പഠിക്കുക. ഓക്കെ അല്ലേ? 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇന്ത്യയിൽ വെച്ച് ഫ്രാൻസുകാരും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ 3 കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ വർഷങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ എഴുതാം. 1746 മുതൽ 1748 വരെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധം നടന്നതോ 1749 മുതൽ 1754 വരെയായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, രണ്ടാമത്തെ കർണാട്ടിക് വാർ നടന്നിട്ടുണ്ടായിരുന്നത്. ഇനി മൂന്നാമത്തെ കർണാട്ടിക് വാർ നടന്ന വർഷം എത്രയാണ്, 1758 മുതൽ 1763 വരെയാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, മൂന്നാം കർണാട്ടിക് വാറും നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത്. അത് നടന്ന വർഷങ്ങൾ ജസ്റ്റ് ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട്. 1746 മുതൽ 1748 വരെ ഒന്നാം കർണാട്ടിക് വാറും, രണ്ടാം കർണാട്ടിക് യുദ്ധം 1749 മുതൽ 1754 വരെയും, മൂന്നാം കർണാട്ടിക് വാർ 1758 മുതൽ 1763 വരെയുമാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മുടെ
യുദ്ധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? കർണാട്ടിക് വാറുകൾ നടന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ പോർച്ചുഗീസുകാരും അതുപോലെ തന്നെ ഫ്രാൻസുകാരും അതുപോലെ തന്നെ ഡച്ചുകാരും നിയന്ത്രിച്ചിരുന്ന പിന്നെ പ്രദേശങ്ങളായിരുന്നു. അതിൽ നമ്മുടെ പോർച്ചുഗീസുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഒന്ന് ഏതായിരുന്നു? കൊച്ചി, അതുപോലെ തന്നെ ഗോവ, അതുപോലെ തന്നെ ദാമൻ, അതുപോലെ തന്നെ ദിയു എന്നീ പ്രദേശങ്ങളാണ് ആരുടെ അണ്ടറിൽ ഉണ്ടായിരുന്നത്? നമ്മുടെ പോർച്ചുഗീസുകാരുടെ അധീനതയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഓക്കെ അല്ലേ? ഇനിയോ പിന്നെ ഡച്ചുകാരെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ്? ഇതാ ഒന്ന് നാഗപട്ടണം. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ അഹമ്മദാബാദ്, ഇന്ന് നമ്മൾ പഠിച്ചത്. മറ്റൊന്ന് ഏതാണ്? ബറോച്ച്. പിന്നെ ഏതാണ്? ചിൻസുര തുടങ്ങിയ സ്ഥലങ്ങളായിരുന്നു ആരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത്? നമ്മുടെ ഡച്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത്. ഇനി ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു? ഒന്ന് മാഹിയാണ്, കാരക്കലാണ്, പോണ്ടിച്ചേരിയാണ്, യാനമാണ്. ഓക്കെ അല്ലേ? ഇത്രയും സ്ഥലങ്ങളാണ് നമ്മുടെ പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെയും അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഈ പ്രദേശങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് ആവർത്തിച്ച് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള നല്ലൊരു ചോദ്യങ്ങളാണ് ഈ ഒരു മേഖല എന്നറിയപ്പെടുന്നത്. അപ്പം ഇത് നന്നായി തന്നെ പഠിക്കുക. ഏതൊക്കെയായിരുന്നു പോർച്ചുഗീസുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത്, ഡച്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത്, ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിച്ചത് SCERTയിലെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 1ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ പാർട്ടായിട്ടുള്ള ഡച്ചുകാരുടെ കടന്നുവരവും അതുപോലെ തന്നെ ഫ്രഞ്ചുകാരുടെ കടന്നുവരവുകളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഇന്നത്തെ ക്ലാസ് നന്നായി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത പാർട്ടുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.